ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ NDA എക്സാമിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ 2021 സെക്കൻഡ് NDA നോട്ടിഫിക്കേഷൻ വന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ വഴി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടുനോക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോയിലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടുനോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ NDA എക്സാമിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും NDA എക്സാമിനൊക്കെ അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു NDA എക്സാമിന് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി www.upsconline.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 29 ജൂൺ 2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് UPSCയുടെ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഒരു ആർട്ടിക്കിളിന് അവസാനം ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ UPSCയുടെ വെബ്സൈറ്റിൽ പോകാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് NDA ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വലത്തേ സൈഡിൽ 2 രജിസ്ട്രേഷൻ കാണാൻ സാധിക്കുന്നതാണ്. പാർട്ട് 1 അതുപോലെ തന്നെ പാർട്ട് 2 രജിസ്ട്രേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു NDA എക്സാമിനൊക്കെ അപേക്ഷ സമർപ്പിക്കുന്നവർ ഈ ഒരു 2 രജിസ്ട്രേഷനും നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും NDA എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം പാർട്ട് 1 രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. അവസാനം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട്, അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എപ്രകാരമാണോ അതേപോലെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ജെൻഡറാണ്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നാഷണാലിറ്റി, മാരേജൽ സ്റ്റാറ്റസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കമ്മ്യൂണിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ OBC, SC, ST കാൻഡിഡേറ്റ്സ് എല്ലാം വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വരുമ്പോൾ മൈനോറിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഫീസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സെപ്ഷൻ കേസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. അതായത് എക്സെപ്ഷൻ കേസ് വരുന്നത് എക്സ് സർവീസ്, അല്ലെങ്കിൽ SC, ST കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ സൈനിക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് ഈ ഒരു ഫീസിൽ നിന്നും എക്സെപ്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ എസ് എന്ന് കൊടുക്കുക. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം അവിടെ നോ എന്ന് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ പാസ്ഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പിയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു +2 ഒക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. പാസ്ഡ് ആയി കഴിഞ്ഞവരാണെങ്കിൽ പാസ്ഡ് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് അഡ്രസ്സിൻ്റെ കാര്യമാണ്. അഡ്രസ്സ് 1, അഡ്രസ്സ് 2, അഡ്രസ്സ് 3 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇമെയിൽ IDയും ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ IDയും എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഇമെയിൽ IDനെ തൊട്ട് താഴെ കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ട് തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇമെയിൽ ID ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ കൺഫേം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്ന ആ ഒരു നമ്പർ തന്നെ. അപ്പോൾ തൊട്ട് താഴെ തന്നെ ആ ഒരു നമ്പർ കൺഫേം ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക.
അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആർമിയിലേക്ക് കൊടുക്കുന്നവർക്ക് മാത്രം ആർമി മാത്രമേ അവിടെ സെലക്ട് ആയി വരികയുള്ളൂ. ബാക്കിയുള്ള ക്വാളിഫിക്കേഷനൊക്കെ കൊടുക്കുന്നത്, അതായത് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് പാസ്സായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആ ഒരു കാര്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അത്തരത്തിൽ ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുന്നത് സർവീസിങ് ഇൻ ആർമഡ് ഫോഴ്സ് എന്നാണ്. അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ സൈനിക് സ്കൂളിലാണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മൾ പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാർട്ട് 2 രജിസ്ട്രേഷനാണ്. ഇതിനായിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പാർട്ട് 2 രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ID ആണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ ID ലഭിക്കുന്നതാണ്. ആ ഒരു ID ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് വരുന്ന പേയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള കാൻഡിഡേറ്റ്സ് ഇവിടെ പേയ്മെൻറ്റ് അടയ്ക്കുക. ഏകദേശം 100 രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. OBC കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സ് എല്ലാം ഈ ഒരു ഫീസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. എക്സെപ്ഷൻ കേസ് വല്ലതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതല്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാണ്. ഈ ഒരു ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, ഈ ഒരു 3 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന എക്സാമിനേഷൻ സെൻറ്റർ ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. കേരളത്തിൽ മെയിനായിട്ടും 2 എക്സാമിനേഷൻ സെൻറ്ററാണ് വരുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലുമാണ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു 2 എക്സാമിനേഷൻ സെൻറ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അത് നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഐ ഹാവ് ഡിക്ലറേഷൻ ആൻഡ് എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു NDA എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിൻ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതുവഴി നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് NDA എക്സാമിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു NDA എക്സാമിലേക്ക് അപേക്ഷിക്കാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.